CDSM നെജ്മത്ത് പാമ്പലത്ത് നമ്മുടെ മെമ്പർ 20ാം വാർഡ് മെമ്പർ ഷംല മെമ്പർ, അതുപോലെ തന്നെ നമ്മളുടെ ജില്ലാ മിഷനിൽ നിന്ന് എത്തിയിട്ടുള്ള DPM റൂബി മാഡം, അതുപോലെ നമ്മളുടെ BC-മാര് പ്രസ്ന, സ്മിത, കൗൺസിലർ നസ്മ, മറ്റു ജില്ലാ മിഷൻ പ്രതിനിധികൾ, അതുപോലെ തന്നെ അയൽക്കൂട്ട അംഗങ്ങൾ, നമ്മുടെ CDS പ്രതിനിധികൾ എല്ലാവരെയും നമ്മുടെ ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ കുടുംബശ്രീയുടെ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ, ചാർജ് കൈകാര്യം ചെയ്യുന്ന മറ്റ് റിസോഴ്സുമാർ, കരുതലുകൾ മുന്നോട്ട് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മാറാക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വം നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് വനിതകൾ. മുൻകാലങ്ങളിലൊക്കെ സമൂഹത്തിൽ മാറി നിൽക്കുന്നൊരു വിഭാഗം ഇന്ന് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലും അതിപ്രധാനമാണ്. ഏതൊരു മേഖലയാണെങ്കിലും നമുക്കറിയാം, ഒരു അംഗനവാടി മേഖലയാണെങ്കിൽ അത് കൃത്യമായി സ്ത്രീകളായിരിക്കും. അംഗനവാടി കുട്ടികളെ പഠിപ്പിക്കുന്ന അവിടുത്തെ സംവിധാനങ്ങൾ. അതുമാതിരി തന്നെ നമ്മളെ ആശാ വർക്കേഴ്സ് ആണെങ്കിലും അത് സ്ത്രീകളാണ്. മറ്റൊരു ഭാഗത്ത് നമ്മൾ നടക്കുന്ന മറ്റ് കുടുംബശ്രീയുടെ മറ്റ് സംവിധാനങ്ങളെല്ലാം വിവിധ മേഖലകൾ കുറേ ഉണ്ട്. അതൊക്കെ സ്ത്രീകളുടെ ഒരു കൃത്യമായ നേതൃത്വമാണ്. അതിലുപരി ഒരു കാലഘട്ടത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ 15 പേരാണെങ്കിൽ 2 പേരോ 3 പേരായിരിക്കും നമ്മുടെ പഞ്ചായത്തിൻ്റെ വനിതകൾ ജനപ്രതിനിധികൾ ഉണ്ടാകും. അതിൻ്റെ കൂടെ ഒരു സംവരണ എന്ന നിലയ്ക്ക് ഒരു SC-യും ഉണ്ടായിരിക്കും. അങ്ങനെ അതിനൊക്കെ മാറ്റം ഒരു 10, 20, 25 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മളെ പഞ്ചായത്ത് രാജ് നിയമം ശക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ 50% സംവരണമാണ് സ്ത്രീകൾക്ക്. നമ്മളെ ഗ്രാമപഞ്ചായത്തിന് ജനപ്രതിനിധികളിൽ 10 പേര് വനിതകളും ഒരാൾ SC-യും SC ജനറലാണ്. 9 പേര് പുരുഷന്മാരുമാണ്. ഈ ജനറൽ എന്ന് പറയുമ്പോൾ ആ പോസ്റ്റിൽ സ്ത്രീകൾക്ക് മത്സരിക്കാം, അവർക്ക് അവകാശമാണ്. പക്ഷേ പുരുഷന്മാർക്ക് വനിതാ സംവരണമുള്ള ആ വാർഡിൽ മത്സരിക്കാനോ ബ്ലോക്കിലോ ജില്ലയിലോ മത്സരിക്കാൻ കഴിയില്ല. നമുക്ക് അവസരം തരുന്നത് നമുക്ക് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വരുന്ന മുഖങ്ങൾ ഏതാണ്ട് 80% ആളുകളിൽ നമ്മൾ നേരിട്ടറിയാവുന്ന സഹോദരിമാരാണ്. വിവിധ മേഖലകളിൽ വിവിധ കഴിവുള്ള ആളുകൾ, ഇവിടുത്തെ ഹരിതകർമ്മസേനയുടെ ആളുകളുണ്ട്, ആശാ വർക്കേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ CDS മെമ്പർമാരുണ്ട്, കുടുംബശ്രീയുടെ മറ്റ് അംഗങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു ചരിത്രം നമ്മൾ എടുത്തു പറയേണ്ടത്. മാറാക്കരക്ക് നമ്മുടെ മുൻ CDS പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. നമ്മളെ എല്ലാ സംവിധാനങ്ങളും നമുക്ക് ഒരു കൂട്ടിയോജിപ്പിച്ച് ഏകീകരണ സ്വഭാവത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സമൂഹത്തിന്റെ ഭാഗമാകാൻ കഴിയുള്ളൂ. നിങ്ങളൊക്കെ ഇന്നിവിടെ ഈ വെയില്, നല്ല വെയിൽ, എല്ലാവരും പറഞ്ഞു നല്ല വെയിലാണ്. പലരും ഇങ്ങോട്ട് കയറുമ്പോൾ അങ്ങോട്ട് വേഗം തിരിച്ചു കയറുന്നുണ്ട്. നമ്മളെ വെയിലിന്റെ നല്ല ചൂടാണ്. മൊത്തം നാളെ ഇതേ സ്ഥലത്താണ് ഭിന്നശേഷിക്കാരെ കലോത്സവം നടക്കാൻ പോകുന്നത്. ഇതേ നമുക്ക് ഇങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിക്കുമ്പോൾ അത് നിങ്ങൾ നാളെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഇതൊക്കെ നിങ്ങളെ മനസ്സ് പാകപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത്തരത്തിലൊക്കെ പ്രോഗ്രാമിൽ എത്തുന്നത്. മനസ്സ് പാകപ്പെടുക എന്ന് വെച്ചാൽ നമ്മളൊരു കടമയാണ്. നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മളെ വീട്ടിൽ പോയി നമ്മളതായ കാര്യങ്ങളിലുപരി നീങ്ങുന്നത് ഇത്തരം, ഞാൻ നാളെ ഭിന്നശേഷിക്കാരെ പ്രോഗ്രാം പറയാൻ കാരണം, ഇത്തരം നമ്മളെ പ്രോഗ്രാം ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഭിന്നശേഷിക്കാരെ കാണണം, അല്ലെങ്കിൽ മറ്റ് വയോധികരെ കാണണം, അല്ലെങ്കിൽ അവരൊക്കെ ഇടപെടുന്നവരാവണം. ആ രീതിയിൽ നിങ്ങളെ മനസ്സ് പാകപ്പെടുത്തുക. അതിൻ്റെ കൂടെ നിങ്ങളൊക്കെ നമ്മൾ സാധാരണ നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ നമ്മൾ പറയുന്ന ഒരു ഭാഷ ഉണ്ട്. സാധാരണ ഒരു മനുഷ്യനെ മുന്നിൽ ചെല്ലുമ്പോൾ എന്താ വിശേഷം, സുഖമല്ലേ ചോദിക്കും. ചിലർ പറയും നല്ല സുഖമാണെന്ന് പറയും, ചിലർ പറയും സുഖം കുഴപ്പമില്ല എന്ന് പറയും. അങ്ങനെ 2-3 വിധത്തിലാണ് നമ്മളെ മറുപടി. നമ്മളെ മനസ്സാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ സുഖവും സന്തോഷമൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല മനസ്സ്, നല്ല ചിന്താഗതി, നല്ല കാഴ്ചപ്പാട്, നല്ല സമൂഹത്തിന്, നമ്മുടെ നാടിൻ്റെ, നമ്മുടെ മാറാക്കരയുടെ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഇതിന് വലിയൊരു നേതൃത്വം പ്രത്യേകിച്ച് ഞാൻ CDS പ്രസിഡന്റ്, CDS അംഗങ്ങൾ, മുൻ CDS പ്രസിഡന്റ്, നമ്മളെ ഭരണസമിതി ഒക്കെ എല്ലാവരും പിന്തുണ. അതിലേറെ നമ്മളെ ഉദ്യോഗസ്ഥ വിഭാഗം, ഇവരെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നമ്മളെ കുറേ ഒരു എടുത്തു പറയേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ വളരെ സജീവമായി നടക്കുന്ന ആ മേഖലയിൽ കുടുംബശ്രീയുടെ റിസോഴ്സുമാരായിട്ട് വരുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ വലിയ പിന്തുണ ഈ വിഷയത്തിൽ നമുക്കുണ്ട്. എല്ലാ നിലക്കും ഈ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. മാത്രം പോകുന്നു, കുറച്ചു പേർക്ക് മാറി നിൽക്കാൻ ഞാൻ അധികം സംസാരിക്കുന്നില്ല. പക്ഷെ ഇന്ന് വളരെ സന്തോഷം തോന്നുന്നു ജില്ലാ മിഷനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്താൻ സാധിച്ചതില്. നിങ്ങളുടെ CDSകളിൽ മാത്രമായി ഇങ്ങനെ ഇത്രയും താല്പര്യത്തോട് കൂടിയിട്ട് ഇങ്ങനെ പ്രോഗ്രാം നടക്കുന്നത് ഞാൻ കാണുന്നത്.
കുറേ CDSകളിൽ നടക്കുന്നുണ്ടെങ്കിലും കുറച്ച് അധികമായിട്ട് മാറാക്കര നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇത്തരത്തില് നമ്മുടെ കുറേ പേർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ എന്നാലും നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി സമയം കണ്ടെത്തി ഇതെല്ലാം ചെയ്യുന്നതിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും, CDS ഗ്രൂപ്പിനും പഞ്ചായത്തിലെ മെമ്പേഴ്സിനും എല്ലാം, ഞാൻ എപ്പോൾ ഇവിടെ വന്നാലും പഞ്ചായത്ത് അംഗങ്ങളുടെ സഹകരണം നിങ്ങളും രണ്ട് കൂട്ടരും വളരെ കൺവേർജ് ആയിട്ട് സന്തോഷത്തോടു കൂടി പ്രോഗ്രാംസ് നടത്തുന്നതാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പാലക്കാട് എത്തേണ്ടതായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ പോകേണ്ടതാണ്. അപ്പൊ നേരെ ജില്ലാ മിഷനിലേക്കാണ് എല്ലാവരും വരുന്നത്. എന്നാൽ ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ലഗേജ് ഒക്കെ കൊടുത്തയച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഇത്രയും നന്നായി നടത്തുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പിന്തുണ അറിയിക്കാൻ അവിടെ എത്താതിരിക്കുന്നത് മോശം എന്നുള്ളത് കൊണ്ട് നേരിട്ട് പോകുന്നതാണ്. ഒരുപാട് സന്തോഷം. ഇനി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മെമ്പർമാര്, CDS ചെയർപേഴ്സൺ, ജില്ലാ മിഷൻ വന്ന RPമാര് ഒക്കെ, CDS അംഗങ്ങള്, പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെ, കുടുംബശ്രീ സഹോദരിമാരെ, ഇവര് നമ്മളിപ്പോൾ ഉദ്ഘാടന വേളയിലും അതുപോലെ തന്നെ നമ്മൾ ജില്ലാ മിഷൻ നിന്ന് RP ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഓരോ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തി അതിനേക്കാളും ഉഷാറായിട്ട് ഓരോ 4 ഗ്രൂപ്പായി തിരിഞ്ഞ് ആ ഗ്രൂപ്പിന് ഓരോ കളർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പോട് കൂടിയാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ CDSന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. അത് കണ്ടപ്പോൾ തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമായി. നമ്മള് ജില്ലാ മിഷൻ എന്ന് വന്ന് RP പറഞ്ഞ പോലെ തന്നെ നമ്മള് DPM പറഞ്ഞ പോലെ തന്നെ നമ്മള് തിരികെ സ്കൂളിലേക്ക് എന്ന ആ പരിപാടി നടത്തിയപ്പോഴും നമ്മളെ പഞ്ചായത്തിനെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ ഇതിനും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു പരിപാടിയിൽ നമ്മളെ CDSന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ നടന്ന പരിപാടി നിങ്ങൾ ഓരോരുത്തരും പങ്കെടുത്തതിൽ അതിയായ സന്തോഷമുണ്ട്. ഇനിയും അടുത്ത വർഷം ഇതിലും വിപുലമായ പരിപാടിയിൽ നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവരും വെയിലേറ്റ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാണ് നിൽക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരെയും ഇങ്ങനെ കാണുമ്പോൾ വളരെ സന്തോഷമാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വളരെ ഗംഭീരമായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും. ഈ കായികാരവം എന്ന ക്യാപ്ഷനോടുകൂടി നമ്മുടെ ഈ ജില്ലാ പഞ്ചായത്തിന്റെ ജനറൽ റിസോഴ്സ് സെന്റർ നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ തോൽവിയും ജയവും ഒക്കെ ഉണ്ടാവും. എല്ലാവരും അതൊരു നമ്മുടെ ഒരു കോൺഫിഡന്റ് ആയിട്ടും ഒരു എക്സ്പീരിയൻസ് ആയിട്ടും നിങ്ങൾ കരുതിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും മുന്നേറുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
Third try. Red House 185 chest number Nejma. Blue House 171 chest number Anila. First prize Senior Girls Day 100 meter final. 175 സ്മിത. ഫസ്റ്റ് പ്രൈസ് ഗ്രീൻ ഹൗസ് 94 നിത്യ. ശരി. ശ്രീയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കായികാരവത്തിലേക്ക് എത്തിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഏതാനും നിമിഷങ്ങൾക്കകം റിലേ ആരംഭിക്കുന്നതാണ്. റിലേക്ക് പേര് നൽകിയ എല്ലാ മത്സരാർത്ഥികളും എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദയവ് ചെയ്ത് ട്രാക്കിൽ നിന്ന് മാത്രം പ്രോത്സാഹനം നൽകുക.
ഉടൻ ആരംഭിക്കും. ശ്രദ്ധിക്കുക, ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ടിംഗ് പോയിന്റിൽ എത്തി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പ്രോത്സാഹനങ്ങൾ കുറഞ്ഞാലും ചുവടുകളിലൂടെ മുന്നേറുമെന്ന് അറിയിച്ചുകൊണ്ട് ടീമിൽ നിന്നുള്ള റംല, ഗ്രീൻ ടീമിൽ നിന്നുള്ള ബേബി, റെഡ് ടീമിൽ നിന്നുള്ള ശ്രുതി എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്.
പതുക്കെ പോയിട്ടോ. സ്മിതേച്ചേ ഇവിടെ വീണതുകൊണ്ട് പോയിട്ട് കേടല്ലേ. lemon spoon racing yellow കൊണ്ടിരിക്കുന്നു. വാട്ടർ ഫില്ലിംഗ് മത്സരം ആരംഭിക്കുന്നു. മത്സരാർത്ഥികളല്ലാത്ത എല്ലാവരും ോടുകൂടി പ്രോഗ്രാം അവസാനിക്കും. ഇതിൽ ഒരു ഫൈനലോ ഒന്നുമില്ല. ഇതാണ് മത്സരം, ഇതന്നെയാണ് ഫൈനൽ. ഇതിൽ നിന്നും ഒരു ടീമിനെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആയിട്ട് സെലക്ട് ചെയ്യും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. മത്സരത്തിന്റെ ഇടയിൽ അങ്ങനെ ഈ വരെ കൊടുത്തിട്ട് അടുത്ത ആൾക്ക് കൊടുത്താൽ അടുത്ത ആൾ അവനാണ് നിൽക്കുന്നത്. ആ കളിക്ക് അപ്പുറത്തും ഇപ്പുറത്തും ആ കളിയുടെ ഉള്ളിൽ നിന്ന് മാത്രം
മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. ഇനി വെറും 2 മിനിറ്റുകൾ മാത്രം. മെമ്പർമാരും ചിന്തിക്കുക. പ്രോത്സാഹനം പോരാ, പ്രോത്സാഹനം പോരാ. നിങ്ങളുടെ പ്രോത്സാഹനമാണ് മത്സരത്തിൽ വിജയിക്കാനുള്ള ഊർജ്ജം. ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. മത്സരം ആരംഭിച്ച് 2 മിനിറ്റ് പിന്നിടുമ്പോൾ 4 ബോട്ടിലുകളും തുല്യ അളവിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ തുള്ളിയും അമൂല്യമാണ്. മത്സരം തുടങ്ങി 2 മിനിറ്റ് പിന്നിടുമ്പോൾ 4 ബോട്ടിലുകളും സമാസമം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പ്രോത്സാഹനം പോരാ, പ്രോത്സാഹനം പോരാ. ഓരോ ആളുകളുടെയും ശ്രദ്ധ കുപ്പിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. ഏത് കുപ്പിയാണ് ആദ്യം നിറയുക? യെല്ലോ ആണോ, ഗ്രീൻ ആണോ, റെഡ് ആണോ, ബ്ലൂ ആണോ? 4 ബോട്ടിലുകളും തുല്യമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. വാശിയേറിയ പോരാട്ടം. ആർക്കും ഞങ്ങൾ ബോട്ടിലിൽ വെള്ളം നിറക്കുന്നത് വിട്ടുകൊടുക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ടീം യെല്ലോ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. തൊട്ടുപിറകെ ഗ്രീൻ ടീം, അതിനുശേഷം റെഡ്, ബ്ലൂ എന്നിവർ യഥാസമയം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. മത്സരം തുടങ്ങി 3 മിനിറ്റുകൾ പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരാണ് മുന്നേറിയിരിക്കുന്നത്? പ്രോത്സാഹനം പോരാ, പ്രോത്സാഹനം പോരാ. നമ്മളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് മത്സരാർത്ഥികൾക്ക് മുന്നേറാനുള്ള ആവേശം. ഒരാൾ നിൽക്കാൻ പറയും കൂടെട്ടാ. ഗ്രീനോ Hello.
വർഷം ഓരോ CDS മെമ്പറും ഡാറ്റ മുഴുവൻ ചോറിനാണ് നൽകുന്നത്. നിങ്ങളുടെ കയ്യിലേക്കുന്ന വെള്ളം നിങ്ങൾക്ക് നൽകുന്ന ഡാറ്റയായി സങ്കല്പിച്ച് അയൽക്കൂട്ടങ്ങളിലേക്ക് കൈമാറേണ്ടതാണ്. അടുത്തത് ബലൂൺ പൊട്ടിക്കലാണ്. ബലൂൺ പൊട്ടിക്കൽ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം എത്രയും പെട്ടെന്ന് കമ്മ്യൂണിറ്റി കൗൺസിലർ നസ്മയുടെ അടുത്തു നിന്നും ബലൂൺ വാങ്ങിക്കേണ്ടതാണ്. മത്സരത്തിൽ അവസരം ഓരോ ടീം അംഗങ്ങളും നിങ്ങളുടെ ടീമിലുള്ളവരെ മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും ഒപ്പം മത്സരം തുടങ്ങില്ല. നിങ്ങൾ ഓക്കെ അല്ലേ? നിങ്ങൾ ശ്രദ്ധിക്കാം, മത്സരാർത്ഥികൾ ശ്രദ്ധിക്കാം. എല്ലാവരും ചെറുപ്പത്തിലേക്ക് ഭൂരിപക്ഷം കേൾക്കണ്ട. ഇതിന്റെ നിങ്ങൾ ഈ കള്ളിയുടെ ഉള്ളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് പോകും. നിങ്ങൾക്ക് ഈ കള്ളിയുടെ ഉള്ളിൽ എവിടെ വേണേലും നടക്കാം. നിങ്ങൾ നിങ്ങളുടെ ബലൂണ് പൊട്ടാൻ പാടില്ല. നിങ്ങളുടെ എല്ലാവർക്കും ഒരു കാലിൽ 2 ബലൂൺ വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ കയ്യിലെ ബലൂണ്, കാലിലെ ബലൂണ് പൊട്ടരുത്. പക്ഷെ മറ്റൊരാളുടെ ബലൂണ് നിങ്ങൾ എന്ത് ചെയ്യണം? പൊട്ടിക്കണം. ആരുടെ ബലൂണാണോ അവസാനം പൊട്ടാതെ നിൽക്കുന്നത് അയാൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. ഓക്കെ, മ്യൂസിക് ഇടും, പിന്നെ വിസിലടിക്കും. ഫസ്റ്റ് വിസിലടിക്കുമ്പോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ആരെങ്കിലും ബലൂൺ പൊട്ടിക്കാതെ മത്സരം അവസാനിക്കില്ല. എത്രയും പെട്ടെന്ന് ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. പൊട്ടിച്ചാലല്ലേ കളി അവസാനിക്കല്ലോ. പൊട്ടിക്കപ്പോ എല്ലാരും കേറി ബലൂൺ ചവിട്ടിപ്പൊട്ടിക്കൽ മത്സരത്തിൽ ഫസ്റ്റ് പ്രൈസ് ടീം റെഡ്, സെക്കൻഡ് പ്രൈസ് ടീം ബ്ലൂ, തേർഡ് പ്രൈസ് ടീം യെല്ലോ. അവനാന്റെ കസേര എടുത്തിട്ട് ആരെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, എല്ലാവരും കസേരയിൽ നിന്ന് എണീറ്റ് നിൽക്കുന്ന മത്സരത്തിലുള്ളതല്ലേ, എണീറ്റ് നിൽക്കുക. ഇങ്ങനെയാണ് ഇങ്ങോട്ടല്ലേ ഇവിടെ തിരിഞ്ഞിരിക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? പച്ചസാരി പറഞ്ഞത് മനസ്സിലായോ? നിങ്ങളുടെ ബാക്കില് ഒരു സീറ്റ് ഉണ്ട്. സീറ്റിലേക്ക് നിങ്ങൾക്ക് ബാക്കിലേക്ക് തിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ഫ്രണ്ടിലേക്ക് ഓടി വന്ന് വേണം നിങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സെറ്റല്ലേ? മനസ്സിലായോ? എന്തെങ്കിലും സംശയം ഇല്ല? ആരും ആരെങ്കിലും തള്ളിയിടരുത്, നടക്കരുത്, ഓടണം. കസേരയുടെ മുന്നിൽ തന്നെ നിന്ന് ഡാൻസ് കളിക്കേണ്ട. എല്ലാവരും ഓടണം. കുറച്ച് വിട്ട് നിൽക്കുക, 2 അടി വിട്ട് നിൽക്കുക. കസേരയിൽ നിന്നും 2 അടി വിട്ട് നിൽക്കുക. മഞ്ഞ
കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ. നമ്മുടെ സമ്മാനദാനം വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ തന്നെ നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഇവിടെ എത്തിയിട്ടുണ്ട്. ജില്ലാ മിഷൻ മലപ്പുറം മാറാക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ജെൻഡർ റിസോഴ്സ് സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച കായികാരവൻ 2.0ക്ക് സമാപനം കുറിക്കുമ്പോൾ മത്സരിച്ച 4 ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടം കൈവരിച്ചു. മത്സരിച്ച 4 ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി 53 പോയിന്റുകളുമായി 4ാം സ്ഥാനം കൈവരിച്ചത് ടീം ബ്ലൂ. 62 പോയിന്റുമായി 3ാം സ്ഥാനം കൈവരിച്ചത് ടീം യെല്ലോ. ഏറ്റവും ബാക്കിൽ നിന്നുകൊണ്ട് ഒറ്റക്കുതിപ്പിന് മുന്നിലേക്ക് വന്ന് 2ാം സ്ഥാനം 81 പോയിന്റുമായി കൈവരിച്ചത് ടീം റെഡ്. ആർക്കും പകരം വെക്കാൻ കഴിയാത്ത, മാറ്റിവെക്കാൻ കഴിയാത്ത മികച്ച പ്രകടനങ്ങളുമായി മുന്നോട്ട് വന്ന് 101 പോയിന്റുകളുമായി കായികാരവൻ 2.0യുടെ ട്രോഫിയുമായി മടങ്ങുന്നത് ടീം ഗ്രീൻ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു. ട്രോഫി ഏറ്റുവാങ്ങിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നടന്ന മത്സരങ്ങളിൽ വ്യക്തിഗതം ജൂനിയർ മത്സരത്തിൽ ഓവറോൾ നേടിയ മത്സരാർത്ഥി ഗ്രീൻ ഹൗസിൽ നിന്നുള്ള അർച്ചന. കഴിഞ്ഞ തവണ കായികാരവൻ ഫസ്റ്റ് മത്സരാർത്ഥി അർച്ചന തന്നെ. താങ്ക് യു. നേരത്തോടെ ക്ഷണിക്കുന്നു. ഓവറോൾ സെക്കൻഡ് പ്രൈസ് കരസ്ഥമാക്കിയിരിക്കുന്നത് 81 പോയിന്റുമായി ടീം റെഡ്. അങ്ങോട്ട് നോക്കി. ഗ്രീൻ ടീം നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.